നമസ്കാരം. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ് ഇന്നിപ്പോൾ നമ്മോടൊപ്പം ക്രോസ് ഫയറിൽ ചേരുന്നത്. നമസ്കാരം ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി. ഇപ്പോൾ ഒരു മാനവ സന്ദേശ യാത്ര എല്ലാം നടത്തിയതിന് ശേഷം SYSന്റെ വാർഷിക സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നല്ല തിരക്കുള്ള സമയമായിരിക്കും ഇപ്പോൾ. എങ്ങനെയാണ് ഈ മാനവ സന്ദേശ യാത്ര ആ നിലയ്ക്ക് കേരളത്തിൽ നടക്കണം എന്നുള്ള തോന്നലിലേക്ക് എത്തുന്നത്? കേരളത്തിൽ അത് ഒരിക്കൽ കൂടി മനുഷ്യൻ തമ്മിലുള്ള സൗഹാർദ്ദവും സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കേണ്ട സാഹചര്യമാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ മിക്ക കാര്യങ്ങൾക്കും മാതൃകയാകുന്ന സംസ്ഥാനം കേരളമാണ്. ഇത് ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ളൊരു പ്രശ്നമാണ്. വർഗീയമായ ധ്രുവീകരണവും മനുഷ്യ മനസ്സുകൾ തമ്മിൽ അകലം കൂട്ടാനുള്ള പ്രയത്നങ്ങളും. അത് യോജിപ്പിക്കാനുള്ളൊരു പ്രയത്നം കേരളത്തിൽ നിന്ന് തുടങ്ങാം എന്നതാണ് ഇതിലേക്ക് ഞങ്ങളെ നയിച്ച പ്രധാനപ്പെട്ട ഒരു കാരണം. അത് സഞ്ചാരത്തിനിടയിൽ അത് ബോധ്യപ്പെടുകയും ചെയ്തു. ഈ മുറിവ് പലയിടത്തും ആഴത്തിൽ തന്നെ ഏറ്റിട്ടുണ്ട്. അതേസമയം കേരളത്തിൻ്റെ പാരമ്പര്യ മാനവിക ബോധം എല്ലാ മനുഷ്യരിലും നിലനിൽക്കുന്നുണ്ട്. ഒന്നിച്ചു നിൽക്കാനാണ് എല്ലാവരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് എന്നുള്ള നല്ലൊരു അറിവ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള വലിയ ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒരു പരിധിവരെ പലയിടത്തും പോക്കറ്റുകളിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. തൃശ്ശൂരിലൊക്കെ ഒരു പരിധിവരെ അത് വിജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ പ്രയോഗിക്കപ്പെടുക ഈ വർഗീയമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയായിരിക്കും. അത് പ്രതികൂലമായി കേരളത്തിൻ്റെ ഒരു സാഹോദര്യ അന്തരീക്ഷത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. പലപ്പോഴും ട്രെൻഡുകൾ സൃഷ്ടിച്ച് താൽക്കാലികമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ വോട്ട് നേടുക എന്ന ഒരു രീതി നമ്മുടെ രാജ്യത്ത് വല്ലാതെ വളർന്നു വരുന്നുണ്ട്. അത് ചിലപ്പോൾ വർഗീയമായ വിഘടനത്തിലേക്കും അതുപോലുള്ള കാര്യങ്ങളിലേക്കും വഴിവെക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. അല്ല, അതിൽ ഈ സാമുദായിക നേതൃത്വവും സ്വാഭാവികമായും ശ്രദ്ധിക്കേണ്ട ഒരു വശമുണ്ടല്ലോ. കേരളത്തിൽ ഇതിൻ്റെ ഒരു തുടക്കം പരിശോധിച്ചാൽ അതിനെ രൂക്ഷമാക്കിയത് ഇപ്പോൾ ഹാഗിയ സോഫിയ വിഷയവുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ലേഖനം വരികയും അതിൽ അദ്ദേഹം ആവേശം കൊള്ളുന്നത് പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോഴാണ് സ്വാഭാവികമായും ആ ഭിന്നതയ്ക്ക് ഒരു തീ പിടിച്ച വേഗതയുണ്ടായത്. തൃശ്ശൂരിലെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരിക്കലും സാദിഖ് അലി ശിഹാബ് എഴുതിയ ഒരു ലേഖനമല്ല അത്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ അച്ഛൻ എന്തെങ്കിലും എഴുതി കൊണ്ടുവന്ന് എന്നോട് പറയും, പിതാവ് ഞാൻ എഴുതിയിട്ടുണ്ട്, കൊടുത്തടാ എന്ന് പറയും. ഇതുപോലെ ആരെങ്കിലും എഴുതി കൊടുത്തതാവാം. ഒരിക്കലും അദ്ദേഹം ബോധപൂർവം അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് എഴുതിയതല്ല എന്ന് അദ്ദേഹം മാത്രമല്ല, ഇപ്പൊ ക്രിസ്തീയ സഭയുടെ വലിയ അധ്യക്ഷനാണല്ലോ എന്നോട് പറയുന്നത്. അപ്പോൾ അത് വേണ്ടാതെ പുറത്തുള്ളവർ ചർച്ചയാക്കുന്നു എന്നല്ലാതെ സമുദായങ്ങൾക്കിടയിൽ ഇത് ചർച്ചയല്ല. ഇപ്പോൾ ഹിന്ദുക്കൾക്കിടയിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് അവരുടെ അവാന്തര വിഭാഗങ്ങൾ എന്നുള്ളത് ആരോട് ചോദിച്ചാലും അറിയാം. ഇപ്പോൾ ഈഴവർ ആരാണ്, നായന്മാരാരാണ്, ബ്രാഹ്മണർ ആരാണ്, അവരുടെയൊക്കെ പ്രവർത്തന രീതി എന്താണ്, അവരുടെ ഒരു വിശ്വാസ വഴി എന്താണ്, ഇതെല്ലാം ഒരുമാതിരി എല്ലാവർക്കും അറിയാം. ക്രൈസ്തവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെ വളരെ എളുപ്പത്തിൽ തന്നെ റോമൻ കത്തോലിക്ക ആരാണ്, ലത്തീൻ കത്തോലിക്ക ആരാണ്, ഓർത്തഡോക്സ് ആരാണ്, ജാക്കബൈറ്റ് ആരാണ്, മാർത്തോമ ആരാണ്, എന്താണ് ഇവരുടെ വിശ്വാസ വഴിയിലെ പ്രത്യേകത, ഇതൊക്കെ വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയായി നിലനിൽക്കെ കേരളത്തിലെ ഏറ്റവും വലിയ സമൂഹമായ മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസ വഴികളെക്കുറിച്ച്, അവരുടെ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ചുള്ള അറിവ് മറ്റു വിഭാഗങ്ങൾക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതൊരു പക്ഷേ ഉണ്ടായിരിക്കാം. കാരണം ഇപ്പം കേരളത്തിലെ മുസ്ലിങ്ങളിൽ 90% സുന്നികളാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. മറ്റു വിഭാഗങ്ങൾ വളരെ ചുരുക്കമാണ്. ഒരു 5% മറ്റെല്ലാ നവീനവാദികളെന്ന് പറയുന്ന ആളുകൾ മൊത്തത്തിൽ വരുന്നത്. അവരിൽപ്പെട്ട ആരെങ്കിലും നടത്തുന്ന ചില പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ മൊത്തം മുസ്ലിങ്ങളുടെ മേൽ വരവ് വെക്കുന്ന രീതിയുണ്ട്. ഞാനൊരിക്കലും മറ്റൊരു മതത്തിൻ്റെ ഒരു നേതാവിനോട് ഞങ്ങൾ ഫ്രണ്ട്ലി ടോക്കിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾ 2 വിഭാഗമാണല്ലോ, ഒന്ന് സുന്നിയും ഒന്ന് ഷിയായും. അപ്പോൾ കേരളത്തിലുള്ള സുന്നികളെ പറ്റി അദ്ദേഹം ചോദിച്ചു, അവർ ഷിയാക്കളല്ലേ? അത് പരസ്പരം അറിവില്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിനും ആ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടായിരിക്കാം. കാരണം പൊതു ചർച്ചകളിലൊക്കെ പക്ഷെ ചില ആളുകൾ വളരെ കൃത്യമായി കാര്യങ്ങളെ വിലയിരുത്തുന്നതും കാണാറുണ്ട്. അതെ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ സൗഹാർദ്ദ സദസ്സ് എന്നൊക്കെയുള്ള പേരിൽ ഇപ്പോൾ മുജാഹിദ് നേതൃത്വത്തിൽ നിന്നാണ് പലരും ആ നിലയ്ക്കുള്ള ചർച്ചകളിലൊക്കെ ഏർപ്പെടാറ്. ഒരു പള്ളിയിലെ വികാരിയെ വിളിച്ചുകൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഒരു ചർച്ചയിലൊക്കെ ഏർപ്പെടും.
ആ ചർച്ച ഒടുക്കം ചെന്ന് അവസാനിക്കുക ഈ പരമത വിദ്വേഷത്തിലായിരിക്കും, അല്ലെങ്കിൽ മറ്റു അവരുടെ മതത്തെ അടിച്ചു താഴ്ത്തുന്ന തരത്തിലായിരിക്കും ആ ചർച്ച പുരോഗമിക്കുക. ഇത് ആദ്യഘട്ടത്തിലൊക്കെ ഇതിന് അതിൻ്റെ ഒരു ഹരം എന്നുള്ള മട്ടിലാണ് കണ്ടതെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഈ സാമുദായിക ഐക്യത്തെ തകർക്കുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടില്ലേ? പ്രത്യേകിച്ച് ഈ മുസ്ലിമിനെ അല്ലെങ്കിൽ ഈ സുന്നി ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത മറ്റു ഇതര മതസ്ഥർക്കിടയിൽ അതെങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടാവുക? ഇസ്ലാം ഈ നാട്ടിൽ പ്രചരിച്ചത് സൂഫി പ്രബോധകന്മാരിലൂടെയാണ്. ഔലിയാക്കന്മാർ, സൂഫികൾ എന്നൊക്കെ നാം പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി, അംബറും സെയ്ദ് അലവി തങ്ങൾ, അതുപോലുള്ള ആളുകളിലൂടെയാണ്. അവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് കാണുന്നത് ഒരിക്കലും എൻ്റെ മതം ഇന്നതാണ്, ഇതിൻ്റെ മഹത്വം ഇതാണ്, നിൻ്റെ മതം മോശമാണ് എന്ന് പറയുന്നൊരു പ്രയോഗമേ ഉണ്ടാകാറില്ല. അവരുടെ ജീവിതം കൊണ്ട് അത് കണ്ട് മറ്റുള്ളവർ ബോധ്യപ്പെടുന്നു. ഞാനും വരട്ടെയോ എന്ന് ചോദിച്ചാൽ വന്നോളൂ എന്ന് പറയുന്നതല്ലാതെ സ്നേഹസംവാദങ്ങൾ എന്ന് പറഞ്ഞിട്ട് സ്പർദ്ധ സംവാദങ്ങൾ ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ മതത്തെ മോശമായി കാണുന്ന ഒരു രീതി തന്നെ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലിയെ വിമർശിക്കുക അതൊരിക്കലും പാടില്ല. സ്നേഹത്തോടെ കാണണം. നിൻ്റെ മതം നിനക്ക്, മറ്റുള്ളവരുടെ മതം അവർക്ക്. ഓരോരുത്തർക്കും സ്വയം തിരിച്ചറിയാനുള്ള അവകാശങ്ങളുണ്ട്. സുന്നി പാരമ്പര്യത്തെ ആ നിലയ്ക്ക് കൂടുതൽ ഇതര മതസ്ഥരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, അതിൻ്റെ അറിവുകൾ എത്തിക്കേണ്ടതുണ്ട്, അതിൻ്റെ പ്രവർത്തന രീതി. അതിനു വേണ്ടിയാണ് നേരത്തെ നേർച്ചകൾ ഉണ്ടായിരുന്നത്. നേർച്ചകളിൽ എല്ലാവരും വരും. നേർച്ചയോടനുബന്ധിച്ച് മേളകൾ ഉണ്ടാകും. അവിടുത്തെ പ്രഭാഷണങ്ങൾ എല്ലാവരും കേൾക്കും, അവിടുത്തെ ഭക്ഷണം എല്ലാവരും കഴിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ഇവയൊന്നും വേണ്ട എന്നാണ് തുടക്കത്തിൽ തന്നെ ഈ വിതഴി കക്ഷികൾ പറഞ്ഞു തുടങ്ങിയത്. അതൊരു സാമ്രാജ്യത്വ ഉൽപ്പന്നമാണ് എന്നതിൻ്റെ പ്രകടമായ ഒരു തെളിവും കൂടിയാണത്. സാമ്രാജ്യത്വ ശക്തികളുടെ ആവശ്യം ഇവിടെ ജനങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാകില്ല. അപ്പോൾ ഈ നേർച്ചകളും അതുപോലെയുള്ള മതാചാരങ്ങളും എല്ലാവരും ചേർന്ന് ചെയ്യുന്നത് സ്നേഹം നിലനിർത്തുന്നു എന്ന് കണ്ടപ്പോൾ ഈ സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടാക്കിയതാണ് ഇസ്ലാമിനകത്തെ നവീനവാദികൾ എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വൈകി എന്നതാണ് സത്യം. അതായത് ഈ ഓണസദ്യ കഴിക്കേണ്ടതില്ല എന്ന്, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ഒരു കേക്ക് പങ്കിട്ടെടുക്കേണ്ടതില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ന്യൂനപക്ഷമല്ലേ? അതൊന്നും അങ്ങനെ പൊതുവെ ഈ മതനിയമങ്ങളെല്ലാം സമൂഹത്തിൽ പരസ്യമായി പറയുകയോ അങ്ങനെ ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ റിച്വൽസ്, മതപരമായ ആചാരങ്ങൾ, എൻ്റെ ആചാരങ്ങൾ, ഞാൻ അതിലേക്ക് എൻ്റെ മറ്റൊരു മതക്കാരെയും വിളിക്കില്ല. ഇപ്പം അവരും അങ്ങനെ തന്നെ. എന്നോട് നേരത്തെ പറഞ്ഞ ആൻഡ്രൂസ് പിതാവ് തന്നെ പറഞ്ഞു, മറ്റുള്ളവരുടെ റിച്വൽസിൽ ഞങ്ങൾ പോകില്ല, അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും പോകും. സ്നേഹം പങ്കിടുക എന്ന് പറഞ്ഞത് മതാചാരങ്ങളെ ബലികഴിച്ചുകൊണ്ടല്ല, തൻ്റെ വിശ്വാസം ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടും മറ്റു വിശ്വാസങ്ങളല്ല ശരി എന്ന് വിശ്വസിച്ചുകൊണ്ടും തന്നെയാണ് സൗഹാർദ്ദം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒന്നായി മാറിയില്ലേ? അതായത് നബിദിനം എന്ന് പറയുന്നത് ഇപ്പം വ്യക്തിപരമായി നോക്കിയാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഒരു സുന്ദരമായ ഓർമ്മ തന്നെയാണ് നബിദിനം എന്ന് പറയുന്നത്. അതൊരു പൊതു ആഘോഷമായി തന്നെയാണ് നമ്മൾ ഒരു ഘട്ടത്തിൽ കണക്കാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ സ്വഭാവം പയ്യെ പലയിടത്തും മാറി വരുന്നത് കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നബിദിനം വലിയ ധൂർത്താണ് എന്ന മട്ടിലുള്ള ചർച്ചയിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നബിദിനം എന്ന് പറയുന്നത് മുസ്ലിം അവൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സൃഷ്ടാവായ അള്ളാഹുവിനെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നബിയെ സ്നേഹിക്കാൻ വേണ്ടി എത്ര ചെലവഴിക്കുന്നതും അത് ധൂർത്തല്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ കയ്യിലുള്ളതാണല്ലോ ചെലവഴിക്കുക. ആവശ്യം കഴിഞ്ഞുള്ളതാണ് ആഘോഷങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അതൊരിക്കലും ധൂർത്താവുകയില്ല. ഇതിൽ കൂടുതലായി ചെയ്യുന്നത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുന്ന എപ്പോഴും സ്നേഹത്തിൻ്റെ ഒരടയാളമാണ്. അത് സമ്പത്തുണ്ടോ ദാരിദ്ര്യമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. ഒരു ഭക്ഷണം ഒരാൾ തരുമ്പോൾ അതിലെല്ലാവർക്കും സ്നേഹം ഉണ്ടാകും. കേരളത്തിൽ നിന്ന് IS-ലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെയുള്ള വാർത്തകളൊക്കെ മുമ്പ് വളരെ സജീവമായിരുന്നു. അതുമാത്രമല്ല അങ്ങനെ വിവരങ്ങൾ പുറത്തു വന്നു, ആളുകൾ പുറത്തുപോയി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഒറ്റയടിക്ക് ആ നിലയ്ക്ക് കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളിൽ നിന്ന് ഈ യഥാർത്ഥത്തിൽ ഈ IS-ലേക്ക് പോയവരില്ല എന്നുള്ളത് ഒരു വസ്തുതയായി നിലനിൽക്കുക, അല്ലെങ്കിൽ 99% അത് സലഫി വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകളാണ് പോയതെന്നിരിക്കെ തന്നെ ഈ പഴി മുഴുവൻ കേൾക്കേണ്ടി വന്നപ്പോൾ അതിനനുസരിച്ച് കൃത്യമായി ഇതങ്ങനെയല്ല എന്ന് നിങ്ങളാരും പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പറയാതെ തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ പൊതുവെയുള്ളൊരു നയം. അത്യാവശ്യമായി വരുമ്പോൾ മാത്രം പ്രതികരിക്കുക. ജനങ്ങൾ സ്വയം ചിന്തിച്ച് ഇപ്പം എല്ലാവരും മനസ്സിലാക്കിയല്ലോ.
പിന്നെ ഇത്തരം നവീന ആശയങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ കൂടുതലായും എഴുതിയതും പറഞ്ഞതും ഞങ്ങളല്ല, മറ്റുള്ളവർ തന്നെ അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാനല്ല എന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ കള്ളനാണോ എന്ന തോന്നലുണ്ടാകും. മറ്റുള്ളവർ തന്നെ കണ്ട് മനസ്സിലാക്കി പറയുമ്പോഴാണ് അതിന് കൂടുതൽ സ്വീകാര്യത ഉണ്ടാവുക. വിദേശ സംഘടനയെ ഏറ്റവും ആദ്യം തള്ളിപ്പറഞ്ഞത് കാന്തപുര ഉസ്താദാണ്. ആദ്യമേ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുസ്ലിംകളിൽ അവാന്തര വിഭാഗങ്ങളുണ്ടെന്നും അതിൽ മഹാഭൂരിപക്ഷവും സുന്നികളാണെന്നും അവർ പാരമ്പര്യമായി ഇവിടെ നേരത്തെ തന്നെ നിലകൊള്ളുന്നവരും എല്ലാ മതക്കാരുമായി ചേർന്ന് നിൽക്കുന്നവരും കൂടി ജീവിക്കുന്നവരുമാണ് എന്ന കാര്യം പുതിയ തലമുറ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വളരെ കൂടുതൽ ഈ ഇത്തരം സംഭാഷണങ്ങൾ ഫലം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. പക്ഷേ ഇപ്പോൾ ഈ ഇന്ത്യൻ സാഹചര്യം നമുക്കറിയാമല്ലോ, ന്യൂനപക്ഷ അവകാശങ്ങൾ നിരന്തരം ധ്വംസിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ചാർജ്ഡായി നിൽക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ശരി, നമ്മുടെ രാഷ്ട്രീയ വഴി ഈ മട്ടിൽ നോക്കേണ്ടതുണ്ട്, ഇതിനെ നേരിട്ട് എതിർക്കണമെങ്കിൽ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മാർഗമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം സുന്നികൾക്കിടയിലും ഉയർന്നു വന്നിട്ടില്ലേ? ഞങ്ങളെപ്പോഴും പറയുന്നത് ആത്മീയ വഴിയാണ് ശരി എന്നാണ്. നീ നന്നായാൽ നിന്നെ പടച്ചവൻ നിന്നെ രക്ഷപ്പെടുത്തും, അവനല്ലാതെ നിന്നെ ആരും രക്ഷിക്കുകയും ഇല്ല. സലാം പറയുന്നത് അതാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, നീ സമാധാനമാണ്, നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിലേക്കാണ് സമാധാനം മടങ്ങുന്നത്. അത് വിശ്വസിക്കുന്നവനാണ് സുന്നി. അപ്പം അവൻ ആത്മീയമായി നന്നാവുകയാണെങ്കിൽ അവൻ്റെ സമ്പത്ത് നന്നാകും, അവൻ്റെ എല്ലാ കാര്യങ്ങളും നന്നാകുമെന്നാണ്. ഭൗതികമായ ഏതെങ്കിലും കാര്യത്തെ തന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ പരാജയപ്പെടുകയേ ഉള്ളൂ. വിശ്വാസ വഴി അത് ഞങ്ങളുടെ പരമ്പരാഗത സുന്നി വഴിയിൽ തന്നെ അങ്ങ് പോട്ടെ, ഉലമാക്കൾ പറയുന്ന മട്ടിൽ തന്നെ അങ്ങ് പോകട്ടെ. പക്ഷേ രാഷ്ട്രീയ വഴി അത് വേണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന വഴിയിലൂടെ പോകട്ടെ എന്ന് ഒരു ചിന്ത യുവാക്കൾക്കിടയിൽ ഉണ്ടാവുന്നില്ലേ? അറിവിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കുറവ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ധാരാളമായിട്ട് ഉണ്ട്. അവരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അവർക്ക് ദുനിയാവുമായുള്ള തീരെ ബന്ധങ്ങളില്ലാതെ ഈ മദ്രസ ഓറിയൻറ്റഡ് എന്ന് പറയുന്ന ദീനി വിദ്യാഭ്യാസം മാത്രം പഠിപ്പിക്കുന്ന ഒരു രീതി പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്ത് പോലുള്ള സംഘടനകൾ വല്ലാതെ വ്യാപകമായി നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മിഷൻ തന്നെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ ന്യൂനപക്ഷത്തെ എന്ന് പറയുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള അറിവുണ്ടാകുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ മാറും. കേരളത്തിൽ അങ്ങനെ ഇപ്പോൾ അറിവിൻ്റെ ഒരു കുറവ് കൊണ്ടാണോ ജമാഅത്തെ ഇസ്ലാമിക്ക് അവർ ആശയപരമായി മുസ്ലിം സമുദായത്തിനുള്ളിൽ അങ്ങനെ വളരെ കൃത്യമായി പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്നത്? അങ്ങനെ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മീഡിയകളിലും പ്രചാരണങ്ങളിലും കഴിയുന്നുണ്ട് എന്നല്ലാതെ സമുദായത്തിനിടയിൽ അങ്ങനെ കടന്നു കയറാൻ സാധിക്കുന്നൊന്നുമില്ല. ഇപ്പം ഈ ഏറ്റവും പ്രബലമായ ഒരു സമുദായ വിഭാഗമാണ് ഈ കെ സുന്നികൾ. അവർക്കിടയിൽ അവരുടെ ഇപ്പോൾ സമസ്തയ്ക്കിടയിൽ തന്നെ ആ നിലയ്ക്ക് വളരെ കൃത്യമായി അവരുടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്ക വിതർക്കങ്ങളിലേക്ക് ആ സംഘടന തന്നെ പോയി ചേരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ആ സംഘടനയിൽ അങ്ങനെ ഒന്നോ രണ്ടോ ആളുകളിൽ ഇത്തരം ആശയം കടന്നുകൂടി എന്നൊരു തോന്നൽ ഉണ്ടായപ്പോഴേക്ക് തന്നെ ആ സംഘടന അതിൽ ഇടപെട്ടല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം അതങ്ങനെ ഒരിക്കലും തന്നെ വലിയൊരു സ്വാധീനം ചെലുത്താൻ അതിന് സാധിക്കൂല എന്നതിൻ്റെ പ്രകടമായ തെളിവാണത്. പക്ഷെ മുസ്ലിം ലീഗ് ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ ആ ഉലമാക്കൾ പറയുന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ സമസ്ത പറയുന്നതിനപ്പുറത്ത് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇടപെടലുകൾ ഒക്കെ നടത്തുന്നു എന്നുള്ളത്. മുസ്ലിം ലീഗ് ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ മുസ്ലിങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, BJPക്കാരൻ ക്രിസ്ത്യാനികളെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ക്രിസ്ത്യാനികളെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, കോൺഗ്രസ് ഈഴവരെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഏതെങ്കിലും വിഭാഗങ്ങളുമായി ചേർന്ന് നിൽക്കുകയോ അകന്നു നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ മതമില്ല, അത് രാഷ്ട്രീയം മാത്രമാണ്. അല്ല, പക്ഷെ അതിനകത്ത് അത് സുന്നി സമുദായത്തിനിടയിലേക്ക് സുന്നി സമൂഹത്തിനിടയിലേക്ക് വളരെ കൃത്യമായി ഇത് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ആശയധാര, അതായത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആശയധാര എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ നമ്മൾ ഈ കാണുന്നത്. കാരണം മുസ്ലിം ലീഗ് ഒരിക്കലും മതരാഷ്ട്രവാദികളായി നമ്മൾ ആരും വിലയിരുത്തിയിട്ടില്ല അവരെ. അവർ ജനാധിപത്യവാദികളായി, ജനാധിപത്യ രാഷ്ട്രത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായി, ബഹുസ്വരതയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവരായി തന്നെയാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ നേതൃത്വം കാലാകാലങ്ങളായി മെമ്പർഷിപ്പ് ഉൾപ്പെടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലീഗിൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കുക. അപ്പം അങ്ങനെ കാണുന്ന മുസ്ലിം ലീഗ് പക്ഷേ ഈ പറയുന്ന
ആ, വിശ്വാസം മാത്രമല്ല രാഷ്ട്രീയമാണ് നമ്മുടെ വഴി എന്നോ, വിശ്വാസ വഴിയിൽ മാത്രമല്ല സഞ്ചരിക്കേണ്ടതെന്നോ, നമ്മുടെ മോസ്കുകൾ, നമ്മളുടെ പള്ളികൾ ഈ നിലയ്ക്ക് വിശ്വാസം പറയാൻ മാത്രമുള്ള സ്ഥലങ്ങളല്ല, നമുക്ക് രാഷ്ട്രീയം പറയാനും ആ നിലയ്ക്ക് ഒന്നിച്ചിരിക്കാനുള്ള അതുകൊണ്ടാണ് സ്ഥലങ്ങളാണെന്നും സുന്നി പറയുന്ന ആളുകൾക്ക് പണ്ഡിതന്മാര് അവിടെ സ്വാധീനം കിട്ടുന്നുണ്ടല്ലോ. അല്ല, സുന്നി ഉലമാ വളരെ നേരത്തെ തന്നെ ഉം. മസ്ജിദുകളിൽ ആരാധനാക്രമങ്ങളിൽ ഉം. ബഹുഭാഷകൾ പ്രയോഗിക്കരുത്, അത് മന്ത്രങ്ങൾ മാത്രം ചൊല്ലാനുള്ള, ഖുർആൻ പാരായണം ചെയ്യാനുള്ള, അതുപോലെ മതകീയമായ ആരാധനയുടെ വചനങ്ങൾ പറയാനുള്ളത് മാത്രമായിട്ട് ഉപയോഗിക്കണം. അവിടെ ഒരിക്കലും അത് സ്വകാര്യ സ്ഥലമാണ്. അതെ. അവിടെ മലയാളത്തിലുള്ള പ്രസംഗം പോലുള്ള കാര്യങ്ങൾ ആരാധനയുടെ ഔദ്യോഗിക ഭാഗമായി ഉണ്ടാകുമ്പോൾ അത് വലിയ തെറ്റിദ്ധാരണകൾക്കിടയാകുകയും മാത്രമല്ല കാര്യക്ഷമതയില്ലാത്ത അല്ലെങ്കിൽ സൂക്ഷ്മതയില്ലാത്ത ആളുകൾ മിമ്പറിൽ കയറി എന്തെങ്കിലും അബദ്ധങ്ങൾ വിളിച്ചു പറയുകയും അത് ഇസ്ലാമിന് മോശമാവുകയും എന്നൊക്കെ ചെയ്യുന്നത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നി മസ്ജിദുകളിൽ ഇപ്പോൾ മലയാളത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇല്ല, ടീച്ചിങ് ആണ്, അത് ഓപ്പൺ ടു ഓൾ ആണ്. ആ. അത് ഈ ആരാധനയുടെ ഭാഗമായി നടക്കുന്നതിൽ മറ്റു മതക്കാർക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല. അല്ലാത്ത സമയത്ത് മസ്ജിദുകളിൽ നടക്കുന്നത് ആർക്കും വന്ന് കാണാനും കേൾക്കാനും അവസരമുണ്ട്. അത്തരം കാര്യങ്ങൾ മാത്രമാണ്. പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് പ്രവാചക പരമ്പരയിൽപ്പെട്ട ഒരു കുടുംബം. പ്രവാചക പരമ്പരയിൽപ്പെട്ട 40 കുടുംബ പരമ്പരകൾ കേരളത്തിലുണ്ട്. അതെ, അതിൽപ്പെട്ട ഒന്നാണ് പാണക്കാട് കുടുംബം. അതെ, അതിൽപ്പെട്ട ഒന്നാണ് പാണക്കാട് കുടുംബം. അപ്പോൾ അത് മാത്രമല്ല, അവർ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ നേരിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളിലേക്ക്, പരാമർശങ്ങളിലേക്ക്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഒക്കെ കടന്നു വന്നിരിക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ വിസിബിളാണ്, കൂടുതൽ ഓറലാണ്. ആ നിലയ്ക്കൊക്കെ അതിന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റം യഥാർത്ഥത്തിൽ ഈ സമുദായ നേതൃത്വത്തിന് അല്ലെങ്കിൽ സമസ്തയ്ക്ക് തന്നെ ഗുണം ചെയ്യുന്ന ഒന്നാണോ? അത് ഈ പറഞ്ഞല്ലോ, അവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പരിമിതികളുണ്ട്. അവർ ഈ പറയുന്ന ജമാഅത്തെയുമായും മുജായുമായും അതുപോലുള്ള സംഘടനകളുമായൊക്കെ ചിലപ്പോൾ ചേർന്ന് നിൽക്കേണ്ട ഘട്ടങ്ങൾ, അത് ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ പെട്ടുപോകുന്നതും ആവാം. മാനസികമായ ഒരു പക്ഷേ അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാകണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം അവർക്കുണ്ട്. എന്തായാലും അതിനാണ് ഇ.കെ. സമസ്ത ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് സുന്നത്ത് ജമാഅത്തായിട്ട് ഉറച്ചു നിൽക്കണം, സമസ്തയുടെ ഭാഗമായി നിൽക്കുന്നവരിൽ നിന്ന് സമസ്തയുടെ നയത്തിന് വിരുദ്ധമായി ഒന്നും ഉണ്ടാകരുത് എന്ന് തന്നെയാണ്. ഹക്കീം ഫൈസി ആദർശേരി പറയുന്നത് ഈ ഡ്രൈവർമാർ പ്രശ്നമാണെന്നാണ്. അതായത് ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ ഇ.കെ. സമസ്തയുടെ നേതൃത്വത്തിലുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ ആലിക്കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ കുഴപ്പമാണെന്ന് തന്നെയാണല്ലോ കൃത്യമായി പറയുന്നത്. അവർ തമ്മിലുള്ള തർക്കം എവിടെയെങ്കിലും ഒന്ന് എത്തട്ടെ എന്നിട്ട് പറയാം. അല്ല, അത് സമസ്തയ്ക്കുള്ളിലെ തർക്കമായി കാണുന്നുണ്ടോ, അതിനപ്പുറം രണ്ട് ആശയധാരകൾ തമ്മിലുള്ള തർക്കമായി തന്നെയാണോ കാണുന്നത്? അല്ല, എന്തായാലും നമുക്ക് പറയാൻ മാത്രം സമയമായിട്ടില്ല. പ്രത്യേകിച്ച് വ്യക്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു സമയം എത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ സ്ട്രെയിറ്റായി ഞാൻ നേരത്തെ പറഞ്ഞ പരാമർശങ്ങളെല്ലാം, ഈ രാഷ്ട്രീയ ഇസ്ലാമിന് വേണ്ടിയുള്ള പരാമർശങ്ങളെല്ലാം നടത്തിയത് ഹക്കീം ഫൈസി ആദർശേരി തന്നെയാണ്. അദ്ദേഹം അതേസമയം ജമാഅത്തെ ആശയക്കാരനാണോ എന്ന് സംശയമുണ്ട് എന്ന് സലാം ബാഖവി അടക്കമുള്ളവർ പറഞ്ഞതും നമുക്ക് മുന്നിലുണ്ട്. അതായത് സമസ്തയ്ക്കുള്ളിൽ നിന്ന് തന്നെ ആ പരാമർശങ്ങളും ആ തർക്കങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാതെ പോകരുതല്ലോ. അവരുടെ ആശയവുമായി ചേർന്ന് നിൽക്കുന്ന ചില പുസ്തകങ്ങൾ ഇദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത്. അത് അവർക്കിടയിൽ തന്നെ തീരേണ്ട ഒരു കാര്യമാണ്. എന്തായാലും പൊതുസമൂഹത്തിലേക്ക് ഈ ഒരു വിഷയം വരികയാണെങ്കിൽ അപ്പോൾ മാത്രമാണ് നമ്മളതിനെക്കുറിച്ച് പറയേണ്ടത്. തീർച്ചയായും സമസ്തയിലെ പിളർപ്പ് അല്ലെങ്കിൽ അതിനെ പുനഃക്രമീകരിച്ചത് ഒക്കെ അതിന് കാരണമായി പ്രവർത്തിച്ച ഘടകങ്ങൾ ഏതാണ്ട് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്ക് സമാനമായ ചില കാര്യങ്ങൾ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയും. സമാനതയുണ്ട്. പ്രധാനമായും ഈ ഒരു താങ്കൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയവും മതവും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന പ്രയാസത്തെ ഇല്ലാതാക്കുക എന്നതാണ് സമസ്ത തനതായ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നതിലൂടെ അന്ന് ഉദ്ദേശിച്ചത്. അതിപ്പോൾ ഇ.കെ. വിഭാഗത്തിനും വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു. അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത്. ബോധ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നേരത്തെ അവർ വല്ലാതെ ഡീവിയേറ്റ് ചെയ്തിരുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ അവർക്ക് കൂടുതൽ ശക്തമായി അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുകയും മതകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി സ്വതന്ത്രമായി നിൽക്കണം, പൊതുകാര്യങ്ങളിൽ ഒരു പൗരൻ എന്ന നിലക്കുള്ള ഇടപെടൽ മാത്രമാണ് വേണ്ടത് എന്നുള്ളത് ഇ.കെ. സമസ്തയ്ക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ എല്ലാ മതസംഘടനകളിലും അങ്ങനെ തന്നെയാണ് നിലകൊള്ളേണ്ടത്. ഇപ്പോൾ സുന്നികൾക്കിടയിലെ തർക്കം അത് വലിയൊരളവോളം ഇല്ലാതായി എന്ന് താങ്കൾ പല ആവർത്തി പറയുന്നത് പലയിടത്തും നമ്മൾ കേട്ടു.
അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആശയധാരയിൽ കുറെ കൂടി വ്യക്തതയുണ്ടായി എന്നതാണോ, അതല്ലെങ്കിൽ പുതിയ നേതൃത്വം, സമസ്തയുടെ നേതൃത്വം ആ നിലയ്ക്ക് ആ സംവിധാനത്തെ സമസ്ത വിഭാഗത്തെ ആ നിലയ്ക്ക് നയിച്ചു എന്നതാണോ കാരണം? അല്ല, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസത്തെ തിരിച്ചറിയാൻ വേണ്ടി പറയുന്ന ഒരു പേരാണത്. നേരത്തെ പറഞ്ഞ പുതിയ ആശയക്കാരും നവീന ആശയക്കാരൊക്കെ വന്ന് അവർ ഇസ്ലാമിൻ്റെ പേരിൽ പറയാൻ തുടങ്ങിയപ്പോൾ അതല്ല ഇസ്ലാം. അപ്പോൾ ഒറിജിനൽ ഇസ്ലാം ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതാണ്. ആ നിലക്കാണ് ഞാൻ പറഞ്ഞത്, സുന്നികൾ ഇപ്പോൾ ഐക്യത്തിൽ തന്നെയാണ്. പ്രകടമായ വലിയ വിഷയങ്ങളിലൊന്നും അഭിപ്രായ അന്തരം ഇല്ല, അത് ഈ പറഞ്ഞ സംഘർഷങ്ങളും ഇല്ല. നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുണ്ട്. അല്ല, ഈ സംഘർഷങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു പ്രസ്ഥാനത്തിലും ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഉയർക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോൾ പിന്നെ ആളുകൾ രണ്ടുപേരും കണ്ണടച്ച് രണ്ട് ഭാഗവും ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ അത് ആവശ്യമില്ലല്ലോ, നമ്മൾ ഒന്ന് തന്നെയല്ലേ എന്ന ചിന്ത വരും. അതിൽ ഈ നേരെ മുമ്പുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും പ്രശ്നവും എന്ന് പറയുന്നത് പള്ളി പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു. രണ്ടാകുമ്പോൾ സംഘടനകൾ അവരുടെ അസറ്റുകൾ നിലനിർത്താൻ വേണ്ടിയും അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നത് അതായിരുന്നു. അത് യഥാർത്ഥത്തിൽ മുജാഹിദുകളാണ് പള്ളിപിടുത്തം എന്ന് പറയുന്ന ഒരു ആശയം ഇവിടെ കൊണ്ടുവന്നതും സുന്നി വഖഫുകൾ കൈയടക്കിയത്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ തന്നെ 11 മസ്ജിദുകൾ സുന്നി വഖഫുകളാണ്. അത് മുജാഹിദുകൾ ഇപ്പോഴും കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതുപോലെ കൊച്ചിയിൽ സമീപകാലത്തൊരു മോചിപ്പിച്ച ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഈ വഖഫുകൾ കയ്യേറുക എന്ന് പറയുന്നത് മുജാഹിയുടെ ഒരു അവരുടെ ഒരു നിർണിത അജണ്ടയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പഴയകാലം മുതൽ അവരുണ്ടായ അന്ന് മുതലേ ഉള്ളൊരു സംഭവമാണത്. സുന്നികൾക്കിടയിൽ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മക്കൾ തർക്കിച്ചാൽ സ്വത്തിനെ കുറിച്ച് തർക്കമുണ്ടാകില്ലേ, അതുപോലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന തർക്കത്തിൽ ലീഗ് ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നാൽ അത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയധാരയുടെ ഒരു വിജയമായി കണക്കാക്കേണ്ടതുണ്ടോ? അത്രമാത്രം വലിയ സംഭവമായി കാണാൻ ഈ ജമാഅത്തെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ചില ഉപാധികൾ, ജനങ്ങളിലേക്ക് എത്താനുള്ള ചില മീഡിയങ്ങളുണ്ട് എന്നതല്ലാതെ ജനങ്ങളിൽ അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സംഭവമല്ല. ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കടന്നുവരവിനെ ചെറുക്കാൻ തക്കവണ്ണമുള്ള ഒരു ഇടപെടലായി, അല്ലെങ്കിൽ അതിൽ ഒരു ആക്ടിവിസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായി ഈ മാനവ സന്ദേശയാത്രയൊക്കെ കണക്കാക്കാം. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല. അങ്ങനെ ഒരു ആശയം ആരെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികൾ അതിനെ അനുവദിക്കുകയും ഇല്ല. സുന്നികളാണ് ഈ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന വിശുദ്ധ ഇസ്ലാം എന്നുള്ളൊരു കാര്യം സമൂഹം അറിയുന്നതോടുകൂടി എന്തെങ്കിലും നിലക്കുള്ള വിരോധങ്ങളോ അല്ലെങ്കിൽ തെറ്റായ ചിന്തകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാവുകയും മനുഷ്യരെല്ലാം ഒന്നുപോലെ പഴയകാലത്തെ രീതിയിലേക്ക് ഇന്ത്യ മടങ്ങുകയും ചെയ്യും. പക്ഷെ വലിയ അനീതി നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ കണക്കാക്കി കാത്തിരിക്കാനുള്ള ഒരു സ്പേസോ മറ്റോ ഉണ്ടോ? കാരണം നമ്മൾ ആളുകളുമായി ജഡ്ജിമാരടക്കം ഇവിടെ മുസ്ലിം സമുദായത്തെ ഒറ്റയടിക്ക് കട്ടുമുല്ലകളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ചെറുപ്പം മുതലേ മൃഗങ്ങളെ കൊന്നു തിന്നുന്നത് കൊണ്ട് ഇവർക്ക് സഹിഷ്ണുതയില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഒക്കെ പരസ്യമായി കോടതി മുറികളിൽ തന്നെ പ്രസംഗിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ അതിനെ എതിർക്കണമെങ്കിൽ ആ ഭാഷയിൽ ചെറുപ്പക്കാർക്ക് തോന്നിയാലോ? ഇല്ല, അറിവിൻ്റെ കുറവാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. അതും അറിവിൻ്റെ കുറവാണ്. ജഡ്ജാണെങ്കിൽ അയാൾക്ക് കുറേ അറിവുണ്ടാകും, അറിവില്ലാത്ത ചക്രവാളം വളരെ വലുതായിരിക്കും. അപ്പോൾ അറിവുകൾ പരസ്പരം കൈമാറുക, അതിന് കൂടിയിരിപ്പാണ് ആവശ്യം, ബന്ധങ്ങളാണ് ആവശ്യം, ബന്ധവിച്ഛേദമല്ല. അതാണല്ലോ ഉസ്താദിനെ പറ്റി പറഞ്ഞത്, അവരുമായിട്ട് ബന്ധം ഇവരുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ബന്ധം ഉണ്ടാകണം. അപ്പോഴല്ലേ ആശയങ്ങളും സന്ദേശങ്ങളും കൈമാറാൻ വേണ്ടി പറ്റുകയുള്ളൂ. റൈറ്റ്. പക്ഷേ ഈ നവീന ആശയക്കാർ എന്നൊക്കെ നമ്മൾ പരിഹസിച്ചു പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പരിഹസിച്ചല്ല, അത് അവരെ പറ്റി പറയുന്നൊരു പേരാണ് ഞങ്ങൾ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നവരാണ്. ഞങ്ങളും അത് സമ്മതിക്കുകയാണ്, നിങ്ങളുടേത് പുതിയ ആശയമാണ്, പഴയ ഇസ്ലാമുമായിട്ട് ബന്ധം ഇല്ല. സമസ്തയ്ക്ക് മുമ്പ് ഞങ്ങളുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുമുണ്ട്. അതെവിടെയാണുള്ളത്? സമസ്ത അല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതലുള്ളതാണ്. സമസ്ത കേരളത്തിലൊരു ഓർഗനൈസേഷനാണ്, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ മാത്രമാണ്. അതിനു മുമ്പ് അവരുടെ ആശയം ഉണ്ടെന്നല്ല പറയുന്നത്. ചില ആശയങ്ങൾ കേരളത്തിലേക്ക് വന്നത് ആ സമയത്ത്, അത് വന്നപ്പോൾ തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സമസ്ത രൂപം കൊണ്ടത്.
പക്ഷേ ആ നവീനാശയക്കാരുടെ വരവോടെ ചില മാറ്റങ്ങൾ, കാലികമായ പരിഷ്കാരങ്ങളായിരിക്കാം ഒരുപക്ഷെ, പക്ഷേ അവർ അവകാശപ്പെടുന്നത് അവരുടെ ഇടപെടൽ കൊണ്ടുണ്ടായതാണ്. അവരുടെ ഇടപെടൽ കൊണ്ടുണ്ടായത് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇപ്പം മുജാ വന്നതിന് ശേഷം അവർ അറബി മലയാളം എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്ന ഒരു സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അതുപോലെ ഇവിടുത്തെ മസ്ജിദുകളിൽ ആണ് പഴയ കാലത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. അവിടെ മാത്തമാറ്റിക്സ്, ഫിലോസഫി, ടൈം സയൻസ്, ഡയറക്ഷൻ സയൻസ്, മെഡിസിൻ എല്ലാം പഠിപ്പിച്ചിരുന്നു. ഇവർ അറബി സാഹിത്യം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ അതിൽ ഒതുക്കുകയും മുൻഷീസ് എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. അതില്ലായിരുന്നുവെങ്കിൽ ജാപ്പാന്റെയും കൊറിയയുടെയും മുന്നിൽ നിൽക്കാൻ കേരളത്തിന് കഴിയുമായിരുന്നു. റൈറ്റ്. അത് മാത്രമല്ല, അറബി മലയാളത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് മലയാളത്തോളം തന്നെ എത്തുന്ന ഒരു ചരിത്രമാണ്. പക്ഷേ അതിനെ കുറെ കാലത്തേക്കെങ്കിലും ഫ്രീസ് ചെയ്ത് മോർ ദാൻ 1000 ബുക്സ് ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട് കേരളത്തിന് കൊണ്ടുപോയത്. ഇത് കേരളത്തിലെ വലിയ സുപ്രധാന ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. അവരാണെങ്കിൽ മുജാധാരയിലുള്ള ആളുകൾ പോലുമാണ്. അപ്പോൾ ഈ അറബി മലയാളം എന്ന് പറയുന്നത് അതിൽ ഫിലോസഫി ഉണ്ട്, ബോട്ടണി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഇല്ലാതാക്കാനാണ് മുജാ വന്നപ്പോൾ ശ്രമിച്ചത്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ മുനമ്പം വിഷയമുണ്ടായപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ടത് ഇന്ത്യ മുഴുവൻ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ചർച്ച വേറെ നടക്കുന്നുണ്ട്. അതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അതിന് സമാന്തരമായാണ് ഇപ്പം മുനമ്പം പ്രശ്നം വരുന്നത്. കേരളത്തിൻ്റെ പൊതു സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ മുനമ്പത്തേക്കാൾ വലിയ ഭൂപ്രശ്നം നിലനിൽക്കുന്ന മേഖലകളുണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ലയിലോ മലയോര മേഖലയിലോ ഒക്കെ അത് ചർച്ചയാവുന്നതിനപ്പുറത്ത് മുനമ്പം ചർച്ചയാവുന്നത് സ്വാഭാവികമായി അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന മതം കൊണ്ടുകൂടിയാണ്. അപ്പോൾ ആ വിഷയത്തിൽ വളരെ അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന നിലയ്ക്ക് അതിലാദ്യം പ്രതികരിക്കേണ്ടത് ഫറൂഖ് കോളേജ് ആണെന്നുള്ളത് ഒരു പരാമർശം ആദ്യം കണ്ടത് താങ്കളുടെ ഭാഗത്തു നിന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവാൻ കാരണം ഈ ചാനൽ ചർച്ചകളിലും അതുപോലെ ഇത്തരം ഇൻ്റർവ്യൂകളിലൊക്കെ ആളുകൾ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക. ഫാറൂഖ് കോളേജ് പറഞ്ഞാൽ അത് ക്ലാരിറ്റി വന്നല്ലോ, അതാണ് ഇവിടെ വിഷയം. രണ്ടാമത്തത്, ഈ വഖഫ് ഭൂമിയിൽ ദരിദ്രരായ ആളുകൾ പാർക്കുമ്പോൾ അവരിറങ്ങിപ്പോകേണ്ടി വരുമോ എന്നുള്ള ഒരാശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ടുണ്ടല്ലോ, അവർക്കതിൻ്റെ സ്കോപ്പ് ഉണ്ടെങ്കിൽ അവർ തന്നെ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ പറയുന്ന 4 സമസ്തയുടെയും പണ്ഡിതന്മാരെ വിളിക്കുക. അവരതിന് പരിഹാരം പറയും. പണ്ഡിതന്മാരൊരു പരിഹാരം പറഞ്ഞാൽ അത് പിന്നെ സമുദായത്തിലൊരു കുഴപ്പവും സൃഷ്ടിക്കില്ല. ഇത് മതപാണ്ഡിത്യം ഇല്ലാത്തവരും മതത്തിന് പുറത്തുനിന്നുള്ളവരും വഖഫിനെയും ശരീഅത്തിനെയും ഒക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് പ്രയാസങ്ങൾ വരുന്നത്. അത് ഒഴിവാക്കാൻ ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകും. റൈറ്റ്. മെക്സവനെതിരെയുള്ള പരാമർശത്തെ കൂടി അത് ചോദിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അതും ആദ്യം കണ്ടത് താങ്കളുടെ ഭാഗത്തു നിന്നാണ് ഒരു പരാമർശം കണ്ടത്. അതിനെ എതിർക്കുന്ന ഘടകം എന്നത് അതിൻ്റെ രാഷ്ട്രീയ ആശയധാരയാണോ അതല്ല വിശ്വാസ പ്രശ്നമാണോ? മെക്സവനെ കുറിച്ച് പറയാം. ഒന്ന്, ആ പേര് പറഞ്ഞുകൊണ്ട് പേരോട് ഉസ്താദ് സംസാരിച്ചിട്ടില്ല, ഞാനും സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പേരോട് ഉസ്താദ് തന്നെ പറഞ്ഞു, ഞാനൊരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഈ പറയുന്ന നവീനാശയക്കാരായ ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഇത്തരം ചില വ്യായാമ കൂട്ടായ്മകൾ, ഈ സംഘടനയല്ല, അവിടെ സുന്നികളെ കൂടി വിളിച്ചു കൊണ്ടുപോയി ചേർത്ത് അതിനിടയിലൂടെ ആശയം പ്രചരിപ്പിക്കുന്ന രീതിയുണ്ട്, ആ ചതിയിൽ പെട്ടുപോകരുത് എന്നാണ് പ്രസംഗിച്ചത്. അപ്പോൾ ഇത് ഇവിടെ വിവാദമായി വന്നപ്പോൾ ആ പ്രസംഗത്തെ അതിലേക്ക് വരവ് വെച്ചു. ഞാനിവിടെ തൃശ്ശൂരിൽ വെച്ച് വാടാനപ്പള്ളിയിലെ ഇസ്രാ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞത്, സ്ത്രീകൾക്ക് പുരുഷന്മാർ ട്രെയിനിങ് കൊടുക്കുന്നു, എന്നിട്ട് അവരുടെ വീഡിയോകൾ എടുക്കുന്നു, അങ്ങനെ കുടുംബങ്ങൾ തകർച്ച ഉണ്ടാകുന്നു. അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അടുത്തൊരു പത്രപ്രവർത്തകൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ സഹോദരി ഈ ഒരു ക്ലബിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ഫോട്ടോ പുറത്തു വന്നു, ഭർത്താവുമായി ശണ്ടയുണ്ടായി, അവസാനം പോകുന്നില്ല എന്ന് വെച്ചു. കുടുംബകലഹം വരെ ഉണ്ടാകും. അത്തരം വിഷയത്തെയാണ് ഞങ്ങൾ എതിർത്തത്. ഇത് നിങ്ങൾ പറയുന്ന ക്ലബിലുണ്ടെങ്കിൽ അവർക്കും ബാധകമാണ്, വേറെ ഏതെങ്കിലും ക്ലബിലുണ്ടെങ്കിൽ അവർക്കും ബാധകമാണ്. ഈ ക്ലബ്ബുകാർ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിന് ഞങ്ങളെതിരല്ല. ഇതിന് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളും അള്ളാഹുവിൽ പേടിയുള്ള ആളുകളും ഇത്തരം കാര്യത്തിന് പോകരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അവരത് നടത്തിക്കോട്ടെ, പക്ഷെ നിങ്ങൾ പോകരുത്. ഈ രാജ്യത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ, പല മതക്കാരുമില്ലേ, പല ആശയക്കാരുമില്ലേ, ആർക്കു വേണ്ടിയും എന്തും നടത്താമല്ലോ. ഞങ്ങൾ സംഘടന എന്ന നിലയ്ക്ക് ഔദ്യോഗികമായി ഏതെങ്കിലും പ്രത്യേക ക്ലബിനെ കുറിച്ച് പറയുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയം എന്തെങ്കിലും ദുരൂഹതകളുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ ഗവൺമെൻറ് ഏജൻസികൾ ഉണ്ടല്ലോ, അത് ചെയ്യുകയും വേണം. അതേ സമയത്ത് അവർ തന്നെ പറഞ്ഞു, ഇതിപ്പോൾ 2 ദിവസം ഒരാൾ ഇവിടെ ചേർന്ന് പഠിച്ചാൽ നാളെ പോയിട്ട് അയാൾക്കൊരു യൂണിറ്റ് തുടങ്ങാം.
അപ്പോൾ അമീബയെ പോലെ പടർന്നുണ്ടാകുന്ന ഒരു സാധനമായതുകൊണ്ട് ഇതിൽ ആരെവിടെ വരുന്നു എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് അവർ തന്നെ പറഞ്ഞു. അതെ. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ഇതിനെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് മുഹമ്മദ് അലി നാലൂരിനെ പോലുള്ള ആളുകൾ ഉയർത്തിക്കാണിച്ചത്. അദ്ദേഹം ഞങ്ങളുടെ സംഘടനയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ്. സോ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അത് അവരവർ നോക്കേണ്ട കാര്യമാണ്. സൂക്ഷ്മത വേണം. അലക്ഷ്യമായിട്ടൊരു പ്രസ്ഥാനം വളർന്നാൽ അതിലുണ്ടാകാവുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. അത് ശ്രദ്ധിക്കേണ്ടതാണെന്നാണ്. ഈ ഘട്ടത്തിൽ ന്യൂസ് മലയാളം 24/7 സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.